ക്രിസ്മസ് മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വർധനവാണ് എന്ന വിവരം കൂടി പുറത്തുവരുന്നു. ഇന്നലെ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം വിറ്റത് 70.73 കോടിയുടെ മദ്യമാണ്. ക്രിസ്മസ് തലേന്ന് 63.85 ലക്ഷം രൂപയുടെ മദ്യം വിറ്റ് റെക്കോർഡ് വിൽപ്പന നടത്തിയത് ചാലക്കുടിയാണ്. ചാലക്കുടി പലപ്പോഴും ഈ ലിസ്റ്റിലൊക്കെ ഒന്നാമതിലാണ്. ചാലക്കുടിയും കൊല്ലം ജില്ലയിലെ ചില മേഖലകളൊക്കെയാണ് ഈ പട്ടികയിൽ ഒന്നാമതെത്താനായി മത്സരിക്കുന്നത്. സൂചിപ്പിച്ചു തന്നെ സംസ്ഥാനത്തെ ക്രിസ്തുമസ് മലയാളി ഇത്തവണയും റെക്കോർഡ് മദ്യം തന്നെയാണ് കുടിച്ചു തീർത്തത്. ഇത്തവണയും ചാലക്കുടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ചാലക്കുടിയിൽ ഏതാണ്ട് 63.8 ലക്ഷം രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വിറ്റ് പോയിട്ടുള്ളത്. രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. ഏതാണ്ട് 62.87 ലക്ഷം രൂപയുടെ മദ്യം വിറ്റ് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്നലെ മാത്രം വിറ്റുപോയത് 70.73 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 158.77 കോടി രൂപയുടെ മദ്യം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയം 3 ദിവസം കൊണ്ട് 90 കോടി രൂപ മാത്രമാണ് മദ്യത്തിൽ നിന്നും ഡെസ്കോയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ വർഷം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏതാണ്ട് 150 കോടി രൂപയോളം മദ്യം വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്ത് നിന്നിരുന്നത് കൊല്ലം ആശ്രമമായിരുന്നു. അതോടൊപ്പം തന്നെ പവർ ഹൗസ് തിരുവനന്തപുരം ജില്ലയിലെ പവർ ഹൗസ് ബെസ്കോയും ഇതേ 2ാം സ്ഥാനത്ത് തന്നെ, അതായത് ഏതാണ്ട് അടുത്ത് തന്നെ നിന്നിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് ഈ വർഷവും മലയാളി 70.73 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ ബെസ്കോ വഴി വിറ്റുപോയ മദ്യത്തിന്റെ തുക നിലവിലെ സാഹചര്യത്തിൽ ധനവകുപ്പിനും ഒരു ആശ്വാസമാകും. പക്ഷെ ഓണത്തിന് വിറ്റ അതായത് ഓണത്തിന് ഏതാണ്ട് 700 കോടി രൂപയോളം മദ്യം സെപ്റ്റംബറിൽ തന്നെ സംസ്ഥാന ധനവകുപ്പിന് വരുമാനമായി ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വരുമാനം ക്രിസ്മസിന് ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാനും. എന്തായാലും അത്തരത്തിലൊരു വരുമാന വർധന തന്നെയാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മദ്യമല്ലാതെ മറ്റെന്ത് വരുമാന മാർഗമാണ് എന്ന ചോദ്യമൊക്കെ പലപ്പോഴും ഉയരുന്നുണ്ട്. ഈ ചാലക്കുടി എന്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഒന്നാമതെത്തുന്നത് എന്ന ചോദ്യവും അതുപോലൊപ്പം ഉയരുന്നുണ്ട്. നേരത്തെ മരിച്ചുപോയ മഹാനടനായ കലാഭവൻ മണി അതിനെപ്പറ്റി ചില കവിതകളൊക്കെ എഴുതിയത് എന്തുകൊണ്ടാണ് ചാലക്കുടി ഈ മദ്യവിൽപ്പനയിൽ പലപ്പോഴും ഒന്നാമതായി എത്തുന്ന കാര്യത്തിൽ. അപ്പോൾ വർഷങ്ങളായി, അതിന് പതിറ്റാണ്ടുകളായി ചാലക്കുടി പലപ്പോഴും ഈ 1ാം സ്ഥാനത്തിനായി മത്സരിക്കുന്ന ചില കാഴ്ചകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നതൊക്കെ ചിന്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗത്തിൻ്റെ നട്ടെല്ല് എന്നത് പലപ്പോഴും മദ്യവും ലോട്ടറിയും ഒക്കെ ആയി പോകുന്നു എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ടിൻറ്റുവാണ് വിവരങ്ങൾ നൽകിയത്.